ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മാങ്ങ ഇഷ്ടമുള്ളവരൊക്കെ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ അതൊരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വൃത്തിയായി കഴുകിയതിന് ശേഷം അതിൻ്റെ ഞെട്ടിയൊക്കെ ഒന്ന് കളഞ്ഞ് മാങ്ങ ഇതുപോലെ ഒന്ന് പകുതിയാക്കി എടുക്കാം. അതിനുശേഷം നീളത്തിൽ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഈ മാങ്ങ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഒരു പഴുപ്പ് കുറവാണ്. നല്ല പഴുത്ത മാങ്ങയല്ല, മഞ്ഞ തൊലിയുള്ള മാങ്ങയല്ല, എന്നാൽ പച്ചത്തൊലിയും ഉള്ളിൽ മഞ്ഞ കളറായിട്ടുള്ള മാങ്ങ വേണം ഇതിനെടുക്കാൻ കേട്ടോ. ഇത് ലേശം ഒന്നൊരു പച്ച ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിലും കുറച്ചും കൂടെ ഒന്ന് പഴുത്തിട്ടുള്ള മാങ്ങ വേണം ഇതിനെടുക്കാൻ. അപ്പോൾ ഞാൻ മാങ്ങ മുഴുവനായിട്ട് ഇതുപോലെ നേരിയതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫുൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിതാ ഒരു മാങ്ങ ഫുള്ളായിട്ട് ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ചും കൂടെ ഇതിനേക്കാളും ഒന്ന് പഴുത്ത മാങ്ങ വേണം എടുക്കാൻ കേട്ടോ. അപ്പോൾ അരിഞ്ഞ് വെച്ചത് ഞാൻ വേറൊരു ബൗളിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ല രീതിയിൽ പിഴിഞ്ഞിട്ടുണ്ട്. പുളിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. പിന്നെ അതൊരു 4 ഈത്തപ്പഴമാണ് കേട്ടോ. ഈത്തപ്പഴം കുറച്ച് വെള്ളത്തിൽ അതും കൈകൊണ്ട് നല്ല രീതിയിലൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ ഇവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായി കഴിയുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. ഓയിലൊന്ന് ചൂടായി കഴിയുന്ന സമയത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് ഇതൊന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതെടുത്ത് നമ്മൾ മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ മാങ്ങയിലേക്ക് അതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചെടുത്തതിന് ശേഷം നമ്മളിതൊന്ന് അടച്ചെടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് കുലുക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് അതേപോലെ നല്ല രീതിയിലൊന്ന് കുലുക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വായിൽ വെള്ളം ഊറുന്നൊരു റെസിപ്പിയാണ്. മാങ്ങ ഇതുപോലെ കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണും കേട്ടോ. ഓക്കെ, ബൈ.